നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് വിഭവം നല്ല മാധവമായുള്ള ചപ്പാത്തിയും അതുപോലെ തന്നെ ഉള്ളിച്ചമ്മന്തിയും. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഗോതമ്പ് പൊടി നമ്മൾ എടുത്തു. അത് നന്നായിട്ട് നമ്മൾ ഇത്തിരി നെയ്യൊക്കെ ഒഴിച്ച് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് നമ്മൾ ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കുഴച്ച് നമ്മൾ ബോളുകളാക്കി നമ്മൾ റെഡിയാക്കി ചെറിയ ചെറിയ ബോളുകളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ചപ്പാത്തി കല്ലേൽ പരുത്തി നമുക്ക് എടുക്കാം. നമുക്ക് ഈ ബോളുകൾ ഓരോന്നായി നമുക്ക് നന്നായിട്ട് ഒരുമാതിരി വലിപ്പത്തിൽ നമുക്ക് പരത്തിയെടുത്ത് നമുക്കിത് എങ്ങനെയാണ് ചുടുന്നതെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നല്ലൊരു വിഭവമാണ് ചപ്പാത്തി. നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തി റെഡിയാവട്ടെ, എന്നിട്ട് നമുക്കത് ചുടാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഉള്ളിച്ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ഉള്ളി കിട്ടാത്തതുകൊണ്ട് നമ്മൾ സബോള എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് യൂട്യൂബ് ചാനലിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും കുറച്ച് സബോള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു ചട്ടി എടുത്ത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് അത് ചൂടാവട്ടെന്ന് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സബോള നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കാം. ഇളക്കി എല്ലാം യോജിപ്പിക്കാം. നമുക്ക് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി നമുക്കിടാം. ഇതെല്ലാം വീട്ടിലുണ്ടാക്കി വെക്കാം. നമ്മളെ സബോളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്കിടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തക്കാളിയും സബോളയും കൂടി നന്നായിട്ട് വഴണ്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. നമുക്കിതിലേക്ക് നല്ല എരിവുള്ള പച്ചമുളക് ഒരു 4-5 നമുക്ക് നടുവേ കീറി അതിലേക്കിടാം. അതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി നമുക്കിടാം. അതുപോലെ തന്നെ നമുക്ക് ഉപ്പ് ഇടാം. ഇതൊക്കെ ആവശ്യത്തിന് കേട്ടോ, നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവും ഉപ്പൊക്കെ ആവശ്യത്തിന് നമുക്ക് ഇടാം. ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് നമുക്ക് ഇളക്കാം, യോജിപ്പിക്കാം. ഒന്നുകൂടി നന്നായിട്ട് നമുക്കിത് വരണ്ട് അടിപൊളിയായിട്ട് നമുക്ക് വരണം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇളക്കിയിട്ട് നമുക്ക് യോജിപ്പിച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു ഉള്ളിച്ചമ്മന്തി. നമുക്ക് ഇതിലേക്ക് നാടൻ പുളി നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇടാം. ഒരു നുള്ളു മതി. നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിന് പുളിയുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് കുറച്ചിടാം. ഇത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. വെണ്ണ പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇത് വീട്ടിലുണ്ടാക്കി വെക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിച്ചമ്മന്തിയാണിത്. ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞ് നല്ല വലുപ്പത്തിലാണ് നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത്. ഇനിയും നമുക്കൊരു തവ എടുത്തിട്ട് നമുക്ക് ഗ്യാസുമേ വെച്ച് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. അതിന് മുമ്പായിട്ട് ഇങ്ങനെയുള്ള നല്ല പാചകങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ചപ്പാത്തിയും ഉള്ളിച്ചമ്മന്തിയൊക്കെ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പരത്തി വെച്ച ചപ്പാത്തി ഇടാം. ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാം. വേവിച്ചിട്ട് നമുക്ക് മറിച്ചും തിരിച്ചിട്ട് വേവിക്കാം. വേവിച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊക്കെ തൂളി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റോടുകൂടിയുള്ളൊരു നല്ലൊരു ചപ്പാത്തിയാണിത്. ഇനിയും നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് തൂളിക്കാം. എന്നിട്ട് മറിച്ചിടാം. മറിച്ചിട്ട് കഴിഞ്ഞ് വീണ്ടും നെയ്യ് തൂളിക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതൊക്കെ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു, നിങ്ങൾ 4 മണിക്ക് ചായയോട് കൂടി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ചപ്പാത്തി ഉള്ളിച്ചമ്മന്തിയാണിത്. ഇതുപോലെ എല്ലാ ചപ്പാത്തിയും ചുട്ട് നമ്മൾ പ്ലേറ്റിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഉള്ളിച്ചമ്മന്തിയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ചപ്പാത്തിയും ഉള്ളിച്ചമ്മന്തിയാണ്.
നമ്മൾ 4 മണിക്കും അതുപോലെ തന്നെ രാത്രിയൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലതാണ്. ഇനിയും ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായി എത്തുന്നതിന് നന്ദി, നമസ്കാരം.